ആരുണ്ട് ബോധമുള്ളവർ ചെറുപ്പക്കാരന്റെ മൊബൈൽ പരിശോധിച്ചാൽ എന്തൊക്കെയാണ് അതിലുള്ളത്? ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ മക്കൾക്ക് ഇത്രയും വേണ്ടാത്ത സാധനം നിങ്ങൾ ഈ ചെറുപ്പത്തിലെ വാങ്ങിക്കൊടുത്തല്ലോ. ബാപ്റ്റിസ്റ്റുകാരിന് അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ മക്കളുടെ കയ്യിലും അതുണ്ട്. ആൺകുട്ടികളെ ആരൊക്കെയുണ്ടോ, പെൺകുട്ടികൾ ആരൊക്കെയുണ്ടോ, അവരെ മുഴുവൻ കയ്യിലും മൊബൈലെത്തിപ്പോയി. എത്ര ആൺകുട്ടികളുമായാണ് നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കൾ പരിചയപ്പെടുന്നത്? പെൺകുട്ടികൾ ഇത് പിടിച്ചു നടക്കുന്നു. ഏതോ പരിചയക്കാരനുമായി തന്റെ സ്നേഹം പങ്കിടാനുള്ള വേദികൾ ഉമ്മമാരെ, ഉപ്പമാരെ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. അത് സർവ്വസാധാരണയാണ് ഉസ്താദേ. എന്നാൽ നരകവും സർവ്വസാധാരണയാണെന്ന് നീ മനസ്സിലാക്കണം. ഇതൊരു തമാശക്കളിയല്ല. എന്തൊക്കെ ചിത്രങ്ങളാണ് നമ്മുടെ മക്കളുടെ മൊബൈലുകളിലുള്ളത്. സുബ്ഹാനല്ലാഹ്, ഈ സദസ്സിൽ പറയാൻ പ്രയാസപ്പെടുന്ന രൂപത്തിൽ നഗ്നമായ സ്ത്രീകളുടെ ചിത്രങ്ങൾ, നഗ്നമായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ ഈ സദസ്സിൽ എന്റെ വാവ് കേൾക്കുന്ന 15 വയസ്സാകാത്ത കുട്ടികളുടെ കയ്യിൽ മൊബൈലുണ്ട്. ആ മൊബൈൽ ഒന്ന് വാങ്ങൂ, അതിന്റെ മുഴുവൻ വേദികൾ പരിശോധിക്കാൻ കഴിയുന്നവനൊന്ന് വിട്ടുകൊടുക്കട്ടെ. ഉമ്മമാരെ, അതിലുള്ള ചിത്രങ്ങൾ എന്തൊക്കെയാണ്? നഗ്ന ചിത്രങ്ങളാണ്. ഡ്രസ്സില്ലാത്ത പുരുഷന്മാർ, ഡ്രസ്സില്ലാത്ത സ്ത്രീകൾ, പുരുഷൻ സ്ത്രീയുമായി ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ, പുരുഷൻ പുരുഷനുമായി ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ, സ്ത്രീ നടത്തുന്ന വൃത്തികേടുകൾ, ഇതൊക്കെ വേണ്ടാത്ത ചിത്രങ്ങൾ മൊബൈലിൽ കൊണ്ട് നടക്കുന്ന മക്കളാണ് എന്റെ വാള് കേൾക്കുന്ന മക്കൾ. സഹോദരന്മാരെ, ഈ ഒരു വലിയ വിപത്ത് നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ട് ആര് ചിന്തിക്കാനുണ്ട്? ഒരുത്തനതങ്ങ് കിട്ടിയാൽ അടുത്തവനക്ക് വിട്ടുകൊടുക്കുകയാണ്, അത് കണ്ട് ആസ്വദിക്കുകയാണ്. കല്യാണം ചെയ്ത കുട്ടിയല്ല, കല്യാണം ചെയ്തവനും ഇതിലുണ്ട്, ചെയ്യാത്തവനും ഇതിലുണ്ട്. അത് ചെയ്യുന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളെടുത്ത ആ ചിത്രം, നിങ്ങൾ നെറ്റിൽ നിന്ന് പകർത്തിയെടുത്ത ആ ചിത്രം, ആ ഒരു ചിത്രമായിരിക്കും നിന്നെ നരകത്തിൽ കടത്തുന്നത്. ആ കൈകൊണ്ട് നീ അത് നെക്കിയതിനെ നീ മറന്നുപോയി, ആ ചിത്രം പകർത്തിയത് നീ മറന്നുപോയി. നാളെ ആഖിറത്തിൽ ആ ചിത്രം വരുന്നു, നീ എവിടുന്നാണ് ഇത് നെക്കിയെടുത്തെന്ന് റബ്ബ് ചോദിക്കാതിരിക്കുകയില്ല. തൗബ ചെയ്യൂ, അത്രയും വേണ്ടാവൃത്തിയിൽ നിന്ന് മാറി നിൽക്കൂ. എളുപ്പമുണ്ട്, ചെറിയൊരു ചിപ്പാണ്, എല്ലാം അതിലേക്ക് എടുക്കാം, എളുപ്പമുണ്ട്. ചെറിയൊരു ബട്ടൺ നെക്കിയാൽ സാധനം ഇവിടെ എത്തി. ചെറുപ്പക്കാരാ, പെട്ടെന്ന് നിനക്ക് കിട്ടുമെങ്കിലും ആഖിറം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ഈ പെണ്ണിന്റെ ചിത്രം നിന്റെ കൈ കൊണ്ട് നീ ഞെക്കിയെടുത്തെങ്കിൽ ആ ചിത്രം നീ മറന്നാലും റബ്ബ് മറക്കുകയില്ല. എഴുതിപ്പോയി മലക്കുകൾ. ആ എഴുതിയതിനെ മായ്ക്കാതെ ആഖിറത്തിലേക്ക് എത്തിയാൽ വലിയ മുസീബത്താണ്. ചെറുപ്പക്കാരെ, കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ കൈകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ളതല്ല. അതിന്റെ പുറമെ അതൊരു ചിത്രം, അത് തന്നെ വലിയ മുസീബത്ത്. അതിന്റെ പുറമെ നമ്മുടെ മക്കൾ ലഹരിയുടെ അടിമകളായി മാറിപ്പോയി. ലഹരി ഉപയോഗിക്കാത്ത ചെറുപ്പക്കാര് കുറവാണ്. ഉമ്മമാരെ, പകരയിൽ എത്രയാണ് നിങ്ങൾ അറിയുമോ? നിങ്ങളുടെ വീടിന്റെ അരികിലൊക്കെ കള്ളുകുടി നടക്കുന്നുണ്ട്, തമ്മാടിത്തരങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. ഉമ്മമാരെ, നിങ്ങൾ നല്ലതായി മനസ്സിലാക്കിയ നിങ്ങളെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നവരാണ്. അതിൽ അധിക പേരും പള്ളിയോട് ബന്ധപ്പെടുന്ന മക്കൾ വരെ ലഹരി ഉപയോഗിക്കുന്ന മക്കളാണ്. അശ്ലീല ചിത്രങ്ങൾ കൊണ്ട് നടക്കുന്ന മക്കളാണ്. ബ്ലൂ ഫിലിമുകളുടെ അടിമകളാണ്. ഈ രൂപത്തിലാണ് നിങ്ങൾ മക്കളുള്ളത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നൊരു ദിവസമുണ്ട്. ഈ ബോധം നമുക്കില്ലാതെയായാൽ നമ്മളങ്ങ് സ്വർഗത്തിലേക്ക് പോയിട്ട് ഇവരങ്ങ് നരകത്തിലേക്ക് പോവുകയില്ല. കടമ നിർവഹിക്കാതെ വെറും നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഞാൻ ചെയ്താൽ മതി, എന്റെ മക്കളെന്തോ ആകട്ടെ എന്ന നിലക്കല്ല റബ്ബ് തആല വെച്ചിട്ടുള്ളത്. നിസ്കരിച്ച ഉപ്പ നോക്കാത്ത പേരിൽ മകന്റെ പേരിൽ നരകത്തിൽ കടക്കും കേട്ടോ. നോമ്പ് നോറ്റ ഉപ്പ മകൻ നോമ്പ് നോക്കാത്ത പേരിൽ നരകത്തിൽ കടക്കേണ്ടി വരും കേട്ടോ. നമ്മളിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ വാള് കൊണ്ടൊന്നും കാര്യമില്ല, എനിക്കറിയാം. ഉത്തരവാദിത്വ നിർവഹണം എന്ന നിലക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ ഉത്തരവാദിത്വം ചില്ലറയല്ല.
അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമുക്ക് പോകാനുള്ളതാണ് സഹോദരന്മാരെ. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ, അവര് ആഖിറത്തിൽ റബ്ബനാ അരിനല്ലദൈനി അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, പടച്ചവനെ എന്നെ പഴപ്പിച്ച, എനിക്ക് മതം പഠിപ്പിക്കാത്ത, എനിക്ക് കാര്യം പറഞ്ഞു തരാത്ത ആളുകളുണ്ട് അല്ലാ. ഉത്തരവാദിത്തപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും ചൂണ്ടിക്കൊണ്ട് പറയുന്നു, അവരെ ഒന്ന് കൊണ്ടുപോവാനാഥാ. എനിക്ക് വിധിക്കപ്പെട്ട ഈ നരകത്തിലേക്ക് ഞാൻ കടക്കാൻ കാരണം ചെറുപ്പക്കാരനായ ഞാൻ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്നെ ഉപദേശിച്ചില്ല. എനിക്കതിനുള്ള വേദികൾ തന്നു. ഉമ്മമാര് മറച്ചു വെക്കുകയാണ്. മക്കള് കുറ്റം ചെയ്താൽ ഉപ്പയെ അറിയിക്കുന്നില്ല. ഉമ്മയെ നിർബന്ധിച്ച് മൊബൈൽ വാങ്ങുന്നു, എല്ലാ സൗകര്യമുള്ള മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നു. എന്നാൽ റിപ്പോർട്ടുകൾ അറിയാൻ മാത്രമുള്ള മൊബൈൽ പോരാ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അത് മുഴുവനും ലഭിക്കുന്ന മൊബൈലുകൾ കൊടുക്കുന്നു. വീടകത്തതാ അതിന് പറ്റിയ, ചിത്രത്തിന് പറ്റിയ പെട്ടിയും കൊണ്ടുവന്ന് വെക്കുന്നു. വെക്കാത്ത തലയെക്കെട്ടുകാരുണ്ടോ? വെക്കാത്തവരുണ്ടോ? വീട്ടിൽ സൗകര്യമില്ലാത്ത, ചിത്രം കാണാൻ സൗകര്യമില്ലാത്ത വീടുണ്ടോ? فيه التلفزيون صاحبه معذب مفتون. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ പാപ്പാന്റെ ഒക്കെ ഉസ്താദ്, വലിയ മഹാനായ മക്ക ജന്നത്തുൽ മഅലയിൽ കിടക്കുന്ന വലിയ പണ്ഡിതൻ, ഷാഫി മദ്ഹബിലെ ഉയർന്ന പണ്ഡിതനും സൂഫിയും, മുസ്തജാബു ദുആക്കുത്തരം കിട്ടിയിരുന്ന വലിയ മഹാനായിരുന്നു. ഒരു കാലത്ത് വലിയ ശൈഖായിരുന്നു അശ്ശൈഖ് നൂറുദ്ദീനിൽ മക്കി. ഉള്ളാളത്തെ ഉപ്പൻപാന്റെ ഒക്കെ ഉസ്താദാണ്. മക്കയിൽ ജന്നത്തുൽ മഅലയിൽ കിടക്കുന്ന വലിയ അറബിയാണ്, വലിയ പണ്ഡിതനാണ്. എല്ലാ കിതാബുകളും ഉള്ളാളത്തെ ഉപ്പാപ്പാക്ക് ഇജാസത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ഉപ്പാപ്പാക്ക് അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂറുദ്ദീനിൽ മക്കി മഹാനവറുകൾ ഇവിടെ ടെലിവിഷൻ സൗകര്യം വന്ന കാലത്ത് ആ രംഗം കണ്ട് സങ്കടത്തിൽ ചൊല്ലിയ പാട്ടാണ് ഞാൻ നിങ്ങളോട് പാടിയത്. ഏതൊരു വീടും ഫീഹി തൽവിസിയൂൻ, അവിടെ ചിത്രം കാണാൻ സൗകര്യമുള്ള ഏത് വീടുണ്ടോ ആ വീട്, സ്വാഹിബുഹു, ആ വീടിന്റെ ഉടമ, ആ വീടിന്റെ ഉടമ മുഅദ്ദബുൻ, അവൻ ആഖിറത്തിൽ അവൻ റബ്ബ് വെറുതെ വിടുകയില്ല. അവനെ റബ്ബ് തആല ശിക്ഷിക്കാതിരിക്കുകയില്ല. മാത്രമല്ല മഫ്തൂൻ, ദുനിയാവിൽ അവന്റെ കുടുംബം അവനും ഫിത്നയാകാതിരിക്കില്ല.